നമ്മൾ വീണ്ടും യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നത് കേരളത്തിൽ പാചകവാതക ക്ഷാമം ഉണ്ടാക്കുമോ എന്ന ആശങ്ക. വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് കമ്പനികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറുകൾക്കായി വാഹനങ്ങൾ അയക്കേണ്ട എന്നാണ് ഡീലർമാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ യുദ്ധത്തിൻ്റെ തിക്തഫലങ്ങൾ അത് മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഇതുവരെയുമില്ല. പക്ഷേ ഇനി അതുണ്ടാകുമോ എന്ന് ആശങ്കപ്പെടേണ്ട പശ്ചാത്തലമാണോ ഉള്ളത്? പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരാഴ്ചയിലേക്ക് കടക്കുന്ന പശ്ചാത്തലം. ഇന്ന് 6 ദിവസമായി സംഘർഷം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. രാജ്യം ഏറ്റവും അധികം ആശങ്കപ്പെടുന്നത് എണ്ണ, LPG ഉൾപ്പെടെയുള്ള കയറ്റുമതിയെ ഇറക്കുമതിയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ട്. റഷ്യയുമായി നിന്ന് കൂടുതൽ എണ്ണ ഉൾപ്പെടെ വാങ്ങുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഇതാ വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, കരുതൽ ശേഖരം ഉണ്ട് എന്നാണ് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. പ്രത്യേകിച്ച് 1 മാസത്തേക്കുള്ള എണ്ണയുണ്ട്, LPG അല്ലെങ്കിൽ മറ്റ് ഗ്യാസ് ഉൽപ്പന്നങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ കേരളത്തിലും സൃഷ്ടിക്കപ്പെടുന്നത്? അത്തരം ആശങ്കകൾ ഉയർന്നു വരികയാണ്. ഉടനടി ഇന്നോ നാളെയോ ഇത് പാചകവാതക വിതരണമടക്കം പൂർണ്ണ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നല്ല, പക്ഷേ അത്തരമൊരു ആശങ്കയുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കമ്പനികൾ ഡീലർമാർക്ക് നൽകിയ നിർദ്ദേശം ഈ കൊമേഴ്സ്യൽ വാണിജ്യ ഉപയോഗത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കാനെത്തുന്ന വാഹനങ്ങൾ ഇനി തൽക്കാലത്തേക്ക് ഒരു അറിയിപ്പുണ്ടാകുന്നതിന് പ്ലാന്റുകളിലേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം അത്തരമൊരു നിർദ്ദേശം ഈ ഡീലർമാർക്ക് നൽകിയിട്ടുണ്ട്. ഗാർഹിക ഉപയോഗത്തിലുള്ള പാചകവാതക വിതരണത്തെ അത് ആ രീതിയിൽ ഇതുവരെ ബാധിക്കുമെന്ന സൂചനകളില്ല. പക്ഷേ അതിലും ആശങ്ക ചെറുതല്ല. രണ്ട് സിലിണ്ടറുകൾ ഉള്ളവർക്ക് അത് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ അടുത്തത് 1 മാസത്തിന് ശേഷം മതി ബുക്ക് ചെയ്യുന്ന ഒരു മാറ്റമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ മുതൽ നിലവിൽ വന്നിരുന്നു. അതുകൂടി പരിഗണിക്കുമ്പോൾ അത്തരം ഉപഭോക്താക്കളും ആശങ്കയിലാണ്. സിറ്റി ഗ്യാസ് തിരുവനന്തപുരം, കൊച്ചി അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സിറ്റി ഗ്യാസ് പദ്ധതിയുണ്ട്. അവിടുത്തെ വിതരണത്തെയും ഇത് ബാധിക്കുമോ എന്ന ആശങ്ക പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുമ്പ് ഒരു ഉടമയെ ഡീലറിന് അറിയാൻ കഴിഞ്ഞത് ഇന്ന് വൈകുന്നേരം വരെ വാഹനങ്ങൾ വിടാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ അതും താൽക്കാലികമാണ്. കൊമേഴ്സ്യൽ ഇന്ധന വിതരണത്തെ, പാചകവാതക വിതരണത്തെ ഇത് ബാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന നമുക്ക് സൂചനകൾ. മാത്രമല്ല CNG ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന നിരവധി വാഹനങ്ങൾ സംസ്ഥാനത്തുണ്ട്. CNG ഇന്ധനത്തിൽ ഓടുന്ന നിരവധി വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളുടെ ഗതാഗതത്തെയും ഓട്ടത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് പ്രതിസന്ധി വലുതാകുമോ എന്ന ആശങ്കയുമുണ്ട്. കാരണം ഈ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇപ്പോൾ CNG ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഉടനീളം സർവീസ് ഗതാഗതം നടത്തുന്നത്. ആ വാഹനങ്ങളിലും നിറയ്ക്കാൻ ആവശ്യമായ CNG ഷോർട്ടേജ് ഉണ്ടായേക്കുമെന്ന ആശങ്കകളുണ്ട്. ഞാൻ സിറ്റി ഗ്യാസ് പദ്ധതി വഴി വീടുകളിലേക്ക് നേരിട്ടെത്തുന്ന പാചകവാതകമുണ്ട്. അതിന്റെ പ്രവർത്തനവും അധികം വൈകാതെ ഈ യുദ്ധ സാഹചര്യം ഇതേപടി തുടരുകയും ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുകയും ചെയ്താൽ അത്തരം സാഹചര്യങ്ങളും ഉയർന്നു വരാമെന്ന ആശങ്കയാണ് ഇപ്പോൾ പൊതുവിൽ ഉയർന്നത്. ഏതായാലും ഈ ഇന്ന് വൈകുന്നേരം വരെ എത്താൻ ചില കമ്പനികൾ നിർദ്ദേശം നൽകിയെങ്കിലും മറ്റു പല കമ്പനികളും ആ ഒരു ബാൻ തുടരുകയാണ്. അതായത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ പാചകവാതക കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകം നിറയ്ക്കാൻ കമ്പനികളിലേക്ക് ഫില്ലിംഗ് കേന്ദ്രങ്ങളിലേക്കും കമ്പനികൾ നേരിട്ട് നടത്തുന്ന കേന്ദ്രങ്ങളിലേക്കും എത്തേണ്ടെന്ന സന്ദേശമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതാണ് ഒരു ആശങ്ക ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിതരണത്തെ ഇതുവരെ ഇത് ബാധിക്കുന്നതായി സൂചനകൾ പുറത്തു വന്നിട്ടില്ല. വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. യുദ്ധത്തിൻ്റെ പ്രതിസന്ധി അത് കേരളം ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളെ ബാധിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അരുൺ തന്നെ സൂചിപ്പിക്കുന്ന പോലെ നിലവിൽ ഏതെങ്കിലും തരത്തിൽ ഷോർട്ടേജ് ഉണ്ട് എന്നോ വരും ദിവസങ്ങളിൽ ഷോർട്ടേജ് ഉണ്ടാകും എന്നുമല്ല, മറിച്ച് ഇപ്പോഴത്തെ ഈ സിലിണ്ടറിൻ്റെ ഫില്ലിംഗ് അടക്കം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു പക്ഷേ വരും നാളുകളിൽ ഈ യുദ്ധം തുടരുകയാണെങ്കിൽ പ്രതിസന്ധി കൂടുതൽ സൃഷ്ടിക്കുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാകാം. അതല്ലെങ്കിൽ അമിത ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആകാം. അതിനിടെയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണയും അനുബന്ധ ഉൽപ്പന്നങ്ങളുമൊക്കെ ഇന്ത്യയിലേക്ക് കൂടുതലായി ഇറക്കുമതി ചെയ്യും എന്ന
കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകില്ല രാജ്യം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. അതേസമയം കൂടുതൽ കരുതലോടുകൂടി ഈ ഊർജം അനാവശ്യമായി നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം എല്ലാവരും ഒഴിവാക്കേണ്ട പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.